രാവിലെ തന്നെ ഹൈദരാബാദിൻ്റെ വിരിമാറിലാണ് ഞാനുള്ളത്. ഇതുണ്ടോ, ഹൈദരാബാദിലെ നിയമസഭാ ഹാള്. ഈ ഗ്ലാസ് ബിൽഡിങ്ങിൻ്റെ, ഗ്ലാസ് അല്ല സ്റ്റീൽ ബിൽഡിങ്ങാണ്. ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോഴാണിത്. ഇത് കണ്ടോ, മനോഹരമായ ബിൽഡിങ്. തെലുങ്കാനയുടെ നിയമസഭാ ഹാള്. ആന്ധ്രാപ്രദേശിന് ഇതുവരെ ഒരു നിയമസഭാ ഹാൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴിത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മനോഹരമായ ബിൽഡിങ്ങാണ്. അടുത്തേക്ക് ചെന്നാൽ വലിയ ഇതിൽ കിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് ഈ ബിൽഡിങ്ങിൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതൊരു SS-ൻ്റെ ബിൽഡിങ്ങാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബിൽഡിങ്ങാണ്. അപ്പോൾ ശരി, നമ്മൾ ഇവിടുന്ന് നേരെ പോവുകയാണ്. രാവിലെ കുറേ പ്രാവുകൾ ഇവിടെ തീറ്റ തിന്നുന്നുണ്ട്. നല്ല മനോഹരമായ കാഴ്ച. അതെ, ഇതുണ്ടോ, ഇവിടെ ഹൈദരാബാദിൽ പിന്നെ പ്രാവുകൾക്ക് പഞ്ഞമില്ല. വലിയ ഗാർഡനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഹൈദരാബാദ് ട്രാഫിക് പോലീസിൻ്റെ അണ്ടറിലാണ് ഇവിടുത്തെ കൺട്രോൾ മുഴുവൻ. അതുകൊണ്ട് എല്ലായിടത്തും ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ ക്ലീനിങ് തൊഴിലാളികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നലെ ഭയങ്കര മഴയായിരുന്നതിനാൽ അവർ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈദരാബാദ് സിറ്റിയുടെ പുതിയ ഭാഗങ്ങളുടെ പണികളാണ് ഭാഗത്തെല്ലാം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വലിയ വാച്ച് ടവർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ആ പ്രദേശത്തെ മുഴുവൻ കാണുവാനുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പ്രധാന ഏരിയയിലോട്ട് കയറി ചെല്ലുകയാണ്. അവിടെയാണ് മസ്ജിദും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ശരി, നമുക്ക് മുകളിലേക്ക് പോകാം. നമുക്കിവിടെ 1-2 മലയാളി സുഹൃത്തുക്കളെയൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നവർ താമസിച്ചേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരെ മുകളിലേക്ക് പറഞ്ഞു വിട്ടതാണ്. അവർ പതിയെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ജയിലറകളാണ് കേട്ടോ. എൻ്റെ ഇത് കണ്ടോ. കുറച്ചുകൂടെ നമ്മൾ മുകളിലേക്ക് എത്തിയപ്പോൾ ഹൈദരാബാദിൻ്റെ മൊത്തമായിട്ടുള്ള വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വലിയ കിടങ്ങാണിത്. നാച്ചുറലായിട്ടുള്ളൊരു കിടങ്ങാണ്. അതിനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ അതിൽ കെട്ടി ബലപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതെല്ലാം വലിയ ആർച്ചുകളൊക്കെയുള്ള ഒരു ബിൽഡിങ്ങാണ്. ഫുള്ളായിട്ടും ഒരു വലിയ പട്ടണം അതുതന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ക്ഷേത്രമാണ്. ഇനിയിപ്പം ക്ഷേത്ര സമുച്ചയം പിന്നീട് നിർമ്മിച്ചതാണ്. ഭദ്രകാളി ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ചപ്പലൊക്കെ ഊരിയിട്ട് വേണം കയറാൻ. ഷൂ ഒക്കെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറുന്നില്ല. അപ്പം കോട്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ആ വലിയ ഏരിയയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നതാണ്. താഴെ നോക്കുമ്പോൾ ഏറ്റവും ഒരു ചെറിയ ബിൽഡിങ് ഉണ്ട്. ആ മുകളിൽ കാണുന്ന ആ കുമ്പ മാത്രം ഒരു ചെറിയ ബിൽഡിങ് പോലെ തോന്നുന്ന ഒരു വലിയ ബിൽഡിങ്ങാണ് നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്.
വളരെ വിശാലമായ ഒരു കൊട്ടാരം. അതാണ് ഈ കോട്ടയുടെ ഏറ്റവും മുകൾഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ ഒരു കഫറ്റേറിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഐസ്ക്രീംസാണ്. അപ്പോൾ നമ്മൾ പതിയെ മുകളിലേക്ക് പോവുകയാണ്. കോൺഫറൻസ് ഹാളാണുള്ളത്. അപ്പോൾ സ്റ്റെപ്പുകൾ കയറി നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ നമുക്കതാണ് കാണാൻ പറ്റുക. ഇതാണ് ആ ബിൽഡിങ്. ഇതിൻ്റെ ഉള്ളിലൊരു മസ്ജിദ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത് ഒരു കല്ല് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഹൈദരാബാദിൻ്റെ ഹൈടെക് സിറ്റി. പോലെ മുളച്ചു നിൽക്കുന്ന വലിയ ബിൽഡിങ്ങുകളുടെ ഒരു വലിയ ഏരിയ. അതാണ് ഹൈദരാബാദ് ഹൈടെക് സിറ്റി. വഴി കൂടെയൊക്കെ ഞാൻ കയറി പോവാണ്. സ്റ്റെപ്പ് കെട്ടി അങ്ങോട്ട് നമ്മൾ ചാടി കയറി വരുമ്പോൾ ഇതാണ് കാഴ്ച. ചുറ്റിത്തിരിഞ്ഞ് ഇവിടെ എത്തിയല്ലേ. ഇവിടെ എത്തിയപ്പോഴാണ് ചെറുതായിട്ടൊരു കാറ്റേരുന്നത്. അതുകൊണ്ടോ പാറക്കല്ലുകൾ നിൽക്കുന്നത് അതുപോലെ തന്നെ കെട്ടിയുണ്ടാക്കിയിരിക്കുന്നു. അല്ല, അതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇതൊരു മലയുടെ ഭാഗം തന്നെയാണ്. മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ആണെങ്കിലും അതിൻ്റെ നിർമ്മാണ രീതി ഈ രീതിയിലാണ്. കാരണം പാറക്കല്ലുകൾ നിന്നിരുന്ന ആ രീതിയിൽ തന്നെ പണിത് തീർത്തിരിക്കുകയാണ്. അപ്പോൾ വിസിറ്റേഴ്സൊക്കെ ഇങ്ങനെ മണ്ടയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ഞാനും പോവാണ്. ഇതാണ് ഓപ്പൺ ടെറസ്. ഓപ്പൺ മീറ്റിംഗ് ഹാൾ എന്ന് പറഞ്ഞിരുന്ന ആ ഏരിയ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്നാൽ ഹൈദരാബാദ് മൊത്തം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആവണം ഈ മലയുടെ മുകളിൽ തന്നെ അതിൻ്റെ പ്രധാന ഏരിയ പണിത് കൂട്ടിയത്. ഹൈദരാബാദിലെ മറ്റ് മസ്ജിദുകളും കൊട്ടാരങ്ങളും ഒക്കെയാണ് ആ കാണുന്നത്. എൻ്റെ മുന്നിൽ കാണുന്ന കൊട്ടാരങ്ങൾ ഉണ്ടോ? അതൊക്കെ ഇവിടുത്തെ ഓരോ കൊട്ടാരങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തൊരു മസ്ജിദ് കാണാൻ പറ്റുന്നുണ്ട്. ഹൈദരാബാദ് സുൽത്താൻ്റെ വലിയ നിർമ്മിതികൾ ആണ് ഹൈദരാബാദിൻ്റെ ഹൈടെക് സിറ്റി. നോക്കിയാൽ മൊത്തമായിട്ട് ഈ കോട്ടയുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ആ ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി വന്നത്. അതാണ് കോട്ടയുടെ പ്രധാന ഭാഗം. അതിനുശേഷം ഈ ഭാഗം അതൊരു കൊട്ടാരമാണ്. അതിനുള്ളിലൂടെയാണ് നമ്മൾ വന്നത്. ഇപ്പോഴത്തെ കോട്ടയുടെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പുറകിൽ ഹൈദരാബാദ് സിറ്റിയും മുൻപിൽ കോട്ടയുടെ പ്രധാന ഭാഗങ്ങളുമാണ് നമുക്ക് കാണാൻ പറ്റുക. കുഞ്ഞി ഇതിൽ നിന്ന് നന്നായിട്ട് കിടക്കും. എന്ത് ചെയ്യാനാണ്? സീറാനുള്ള ആളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗതികേട് കണ്ടോ? മണ്ണിൽ കിടക്കേണ്ട ഗതികേടാണ്. പോലീസാണ് കേട്ടോ. അപ്പോഴത്തേ ഞാൻ ഈ റൂട്ടിൽ
ഹൈദരാബാദിൽ നിന്ന് ഗോവയ്ക്കുള്ള റൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 600 കിലോമീറ്ററാണ് നമുക്ക് ഗോവയ്ക്കുള്ളത്. അപ്പോഴത്തെ കോഴിക്കോട് നിന്നുള്ളൊരു ഫാമിലി എന്നെ വന്ന് ബ്ലോക്ക് ചെയ്ത്. ചേട്ടയുടെ പേരെന്നാ? എൻ്റെ പേര് പ്രജീഷ് എന്നാണ്. പ്രജീഷ്. ഇവിടെ വർക്ക് ചെയ്യുന്നു. അത് ശരി. മോൻ്റെ പേരാ? ഹരിപ്രസൂൾ. ഹരിപ്രസൂൾ. ചേച്ചിയുണ്ട് കേട്ടോ, സുവർണ. അപ്പോൾ അവരിവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്നെ വഴിയിൽ കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി പെട്ടെന്ന് സംസാരിക്കാൻ വന്നതാണ്. ഇപ്പോൾ എങ്ങോട്ട് പോവുക? ആണോ? ആ ശരി. ഒന്ന് സൺഡേ ഒന്ന് കറങ്ങാം. ഓക്കെ, ഷ്യൂർ. ഇന്നത്തെ യാത്ര നമ്മൾ ഏകദേശം 40 കിലോമീറ്ററോളം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഫോറസ്റ്റ് ഏരിയയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയിട്ട് ഇന്ന് സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 2 മണി ആയതേ ഉള്ളൂ. മഴയ്ക്കൊരു സാധ്യതയുണ്ട്. ഇടയ്ക്കൊരു മഴ ചാറിയായിരുന്നു. ഇവിടെ മുഴുവൻ മറ്റേ യൂക്കാലിപ്റ്റസിൻ്റെ പോലത്തെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. പേപ്പർ മില്ലുകളിലോട്ട് പോകാനുള്ള മരങ്ങളാണ്. അപ്പോൾ ഈ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ റോഡിലൂടെ തെലുങ്കാന സ്റ്റേറ്റിൻ്റെ ഒരറ്റം പിടിച്ച് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉടനെ തന്നെ നമ്മൾ കർണാടകയിലോട്ട് കയറും. കർണാടകയുടെ ഒരു മൂല പിടിച്ച് നമ്മൾ പിന്നെ മഹാരാഷ്ട്രയിലോട്ടാണ് കയറുന്നത്. ഇതുപോലത്തെ കാടാണ് കൂടുതലും. പിന്നെ പോകുന്ന വഴിക്കൊരു വലിയ ഘാട്ടുണ്ട്. ഘാട്ടെന്ന് പറഞ്ഞാൽ ഒരു ചുരം പാത കയറി പോകണം. അതിനൊരു 300 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. ഏകദേശം 640 കിലോമീറ്റർ ആയിരുന്നു നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഇപ്പോൾ അത് ഏകദേശം 629 കിലോമീറ്റർ ആയിരുന്നു. അതിപ്പോൾ ഏകദേശം കുറഞ്ഞ് 550 അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞി സുഖമാണ്, സേഫാണ്. അവൾക്കിപ്പോൾ പാല് കൊടുത്തിട്ട് ഇരുത്തിയിരിക്കുകയാണ്. പാലൊക്കെ കുടിച്ചിട്ട് കിടക്കുക. അതിനകത്ത് ബിസ്ക്കറ്റ് തിന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ വിശക്കുമ്പോഴത്തേനും തിന്നോളും. അത് പറഞ്ഞപ്പോഴത്തേനും തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അതങ്ങനെയാണ് ചില നേരത്ത് തോന്നണം അവർക്ക്. ഇനി എല്ലാം കൂടി വായി വലിച്ച് ഒരു സൈഡിലോട്ട് വെക്കും. അതെ, തള്ളു തുടങ്ങി. വേണ്ട, ഇതാണ് പരിപാടി. അങ്ങോട്ടല്ലടി, അപ്പുറത്തെ സൈഡിലോട്ട് തള്ളി വെക്കും. അങ്ങോട്ട് തള്ളി വെക്കും. ഇങ്ങോട്ട് മാറ്റി വെക്കും. അവിടെ ഇരുന്നോളൂ. ഇനി അവിടെ കിടന്നു. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേനും അവൾ കഴിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെയാണ് അവളുടെ രീതികൾ. അപ്പം നമ്മൾ വന്ന വഴിയിൽ 1-2 ചാനലുകാരൊക്കെ വന്നിരുന്നു. അവരൊക്കെ നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പുതിയൊരു ചാനലാണ്. അപ്പോൾ അവരൊക്കെ വീഡിയോ എടുത്തു. പിന്നെ കുറേ യൂട്യൂബേഴ്സ്, കുറേ ഇൻഫ്ലുവൻസേഴ്സ്, അവരെല്ലാം വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ യാത്ര കുറച്ചൊക്കെ താമസിച്ചാണ് പോകുന്നത്. പിന്നെ ദൈവാനുഗ്രഹത്തിന് ഇന്ന് മഴ ഇല്ലായിരുന്നു. ഇടയ്ക്കൊന്ന് ചാറിയതേ ഉള്ളൂ. അപ്പം നമ്മളൊരു മരത്തിൻ്റെ തണലിൽ കയറി നിന്നു. മരത്തിൻ്റെ ചുവട്ടിലായിരുന്നുകൊണ്ട് വലിയതായിട്ട് നനഞ്ഞില്ല. അപ്പോഴത്തെ ഇതുണ്ടോ, യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഒരു ഏരിയ. അതായത് ഇത് പേപ്പർ മില്ലിലോട്ട് പോകാനുള്ള തടിയാണിത്. അങ്ങനത്തെ തടികളാണ് കൂടുതലും. ഇത് യൂക്കാലി തന്നെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ കൂടെ നമ്മളിങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ചെറിയ ഘാട്ടുകളാണ്. ചെറിയ കയറ്റങ്ങളെ ഇറക്കങ്ങളെ. അതിനാൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് റോഡിനൊന്ന് വീതി കൂടിയത്. നേരത്തെ ഈ റോഡിൻ്റെ പകുതിയേ ഉള്ളായിരുന്നു റോഡ്. ഒരു 2 വണ്ടി കഷ്ടി പോകും, അതുപോലത്തെ റോഡാണ്. ഹൈടെക് സിറ്റി ഉണ്ടാക്കുന്ന കൂടെ ഈ റോഡ് കൂടിയൊക്കെ നന്നാക്കിയിരുന്നതിൽ തെലുങ്കാന നന്നായി വന്നതിന്. ഇപ്പോൾ ഹൈടെക് സിറ്റിയിലോട്ട് മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഈ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളൊക്കെ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. എന്തിന് നമ്മൾ പോകുന്ന ടൂറിസ്റ്റ് ഏരിയയിലെ റോഡുകൾ പോലും വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ മഴ കാരണം പെട്ട് നിൽക്കുകയാണ്. ഹൈവേയിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു ആശ്രമമാണിത്. ഒരു കല്യാണ മണ്ഡപവും ഒരു ചെറിയ അമ്പലവും ഒക്കെ ഇവിടെയുണ്ട്. അതുകൂടാതെ ഈ അമ്പലത്തിൻ്റെ തന്നെ ഒരു വലിയ അമ്പലം മുകൾ ഭാഗത്തുണ്ട്. ഈ മലയുടെ മുകളിലാണ്. ആ കാണുന്ന സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലോട്ട് പോകാൻ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാനിവിടെ എത്തിയതാണ്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, പെരുമഴയാണ്. അപ്പോൾ എനിക്ക് കൂട്ടിന് ഇവിടെ ഒരാളുണ്ട് കേട്ടോ. ഇതുണ്ടോ ഇരിക്കുന്നത്? നമ്മൾ പണ്ട് കർണാടകയുടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ കണ്ട പോലെയുള്ള ഒരാൾ ഇവിടെയുണ്ട്. ആശാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഒറ്റയ്ക്കിങ്ങനെ ജീവിക്കുകയാണ്. ഇത് ഒരു കല്യാണ മണ്ഡപമാണ്. ഞാൻ രാവിലെ തൊട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുവാണ്. അതുകൊണ്ട് ഇവിടെ പായൊക്കെ വിരിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ഇവിടെ നമുക്ക് ടെൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പായൊക്കെ വിരിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു. കുറച്ച് മുമ്പേ ഭക്ഷണമൊക്കെ കഴിച്ചു.
അപ്പോൾ കുഞ്ഞിനെ ഞാനിവിടെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്, കാരണം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ മൂടിക്കെട്ടി ഇതിൻ്റെ അകത്ത് തന്നെ കിടത്തിയിരിക്കുകയാണ്. മഴയായതുകൊണ്ട് വെളിയിൽ ഇറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിലേക്കുള്ള റോഡാണ്. ധാരാളം വണ്ടികൾ പോകുന്നൊരു സ്ഥലമാണ്. ഇതുണ്ടോ, വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമാണ്, ഒരു ആശ്രമം. ഇതുണ്ടോ, മാവും പുളിമരങ്ങളും ആലും, അതിനിടയിൽ ചെറിയൊരു അമ്പലവും, പിന്നെ ഈ സൈഡിലും ഈ മരങ്ങൾ തന്നെയാണ് കേട്ടോ. നിറയെ മരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം, വളരെ തണുത്ത ക്ലൈമറ്റാണ്. ഇതാണ് ആശ്രമത്തിലെ ആളുകൾ താമസിക്കുന്ന സ്ഥലം. അവിടെ ഒരു 2 കാരണവന്മാരും ഒരു കാർന്നോത്തിയും ഒക്കെ ഉണ്ട്. അവർ നമ്മളെ ഒരു നേരം ഫുഡ് ഒക്കെ വിളിച്ച് തന്നു. ഇനിയിപ്പം ജംഗ്ഷനിൽ പോയി വേണം ഫുഡ് വാങ്ങിക്കാൻ. മഴ മാറിയിട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു ഭജനമഠമാണ്. അവിടെ ഇന്നലെ തൊട്ട് ഭജന നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ സുഖമായിട്ട് രണ്ടാമത്തെ ദിവസമാണ് തങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പം നാളത്തേക്ക് മഴ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴ മാറിയാൽ നമ്മുടെ യാത്ര തുടരണം. അതുപോലെ തന്നെ നമ്മുടെ സൈക്കിളിൻ്റെ കമ്പികളൊക്കെ തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം. സത്യം പറഞ്ഞാൽ പെയിൻറ്റ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ മഴയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് ചവിട്ടി പോകുന്നതാണ്. വാങ്ങിച്ചിരുന്നാൽ ഇവിടെ ഇപ്പം ഈ 2 ദിവസം കൊണ്ട് നമുക്ക് പെയിൻ്റ് അടിച്ച് തീർക്കാമായിരുന്നു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മഴയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് ഇന്നലെ പാഞ്ഞു പോരുമായിരുന്നു. നമ്മുടെ ദേശീയ പതാകയൊക്കെ പാറിക്കളിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ജംഗ്ഷൻ വരെ ഒന്ന് പോയി ഒരു ചായയൊക്കെ കുടിക്കണം. ഒരു നേരം ഭക്ഷണം കഴിച്ചുള്ളൂ. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ യാത്ര തുടരുകയാണ്.